എല്ലാ കൂട്ടുകാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഓരോ പുസ്തകങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ധ്യാനപൂർവം നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകൾ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും കുടുംബം നശിച്ചാൽ എന്തു ഫലം? സമ്പത്ത് നേടിയാലും സന്തതി നശിച്ചാൽ എന്തു ഫലം? ദൈവത്തെ ആരാധിച്ച്, വസ്തുക്കളെ ഉപയോഗിച്ച്, കുടുംബത്തെ സ്നേഹിച്ച്, അനുകമ്പയിലൂടെ ആനന്ദം അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. കുടുംബം ദൈവത്തോടൊപ്പമുള്ള യാത്രയാണ്, ദൈവത്തിലേക്കുള്ള യാത്രയാണ്. വഴി അവസാനിക്കുന്നില്ല. ലോകത്തിൻ്റെ ആനന്ദത്തിനായുള്ള കുടുംബത്തിൻ്റെ സുവിശേഷം, കുടുംബ സുവിശേഷം ലോക സമാധാനത്തിന്. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ പരിചയപ്പെടുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. തോമസ് കോഴിമലയച്ചനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 150ഓളം പേജുകളുള്ള ഈ പുസ്തകം ലൈഫ് ഡേ ബുക്സാണ് നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. 7 അധ്യായങ്ങളായി ഈ പുസ്തകത്തെ തരംതിരിച്ചിട്ടുണ്ട്. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമെന്ന ആദ്യ അധ്യായം. പിന്നീട് യേശുവാണ് കുടുംബത്തിൻ്റെ ഏകരക്ഷകനെന്ന ഓർമ്മപ്പെടുത്തലിൽ രണ്ടാമത്തെ അധ്യായം നമുക്ക് മുമ്പിൽ അച്ഛൻ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. കുടുംബം ദൈവം കൂടാരമടിക്കുന്ന മറ്റൊരു ദേവാലയം, അതിനെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായം. മരണസംസ്കാരവും കുടുംബ സംസ്കാരവും. ഈ മരണസംസ്കാരത്തിൽ എപ്രകാരം ഒരു കുടുംബ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാമെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ 5-ാമത്തെ അധ്യായം. അഴകുള്ള മാതൃത്വവും അറിവുള്ള പിതൃത്വവും. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഏറ്റവും കൂടുതൽ ഉദ്ബോധിപ്പിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാണ്, കുടുംബ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്, കുടുംബത്തിൽ ഉള്ള ആളുകളുടെ വിശുദ്ധിയെക്കുറിച്ചാണ്. ഏതൊരു കുടുംബത്തിൻ്റെയും അടിത്തറ പോലിരിക്കും ആ സമൂഹത്തിൻ്റെ, ആ സംസ്കാരത്തിൻ്റെ വിശുദ്ധി. അതുകൊണ്ട് വിശുദ്ധീകരണം, പ്രകാശം കടന്നു ചെല്ലേണ്ടത് കുടുംബത്തിലേക്കാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നമ്മെ തൻ്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് പ്രളയാനന്തര കുടുംബ സുവിശേഷം എന്ന പേരിലുള്ള അധ്യായത്തിലൂടെയാണ്. ചില തിരിച്ചടികളെക്കുറിച്ചും തിരിച്ചറിവുകളെക്കുറിച്ചും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കുടുംബത്തിൽ സംഭവിക്കുന്ന ചില വിള്ളലുകളുടെ കഥകളാണ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള പുസ്തകം എല്ലാ കുടുംബാംഗങ്ങളും ധ്യാനിക്കേണ്ടതും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചെടുക്കേണ്ടതുമായ വരികളാണ്. കാരണം ഇത് ഒരു കുടുംബത്തിന് എങ്ങനെ വിശുദ്ധിയോടെ കടന്നു പോകാം, ഒരു കുടുംബത്തെ ഏറ്റവും പവിത്രതയോടെ നമുക്ക് കാത്തു സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുടനീളം. അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ മർമ്മം അതുതന്നെയാണ്. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. എഴുത്തുകാരൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25-ാം വർഷത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പൗരോഹിത്യ ജീവിതത്തിലുടനീളം കണ്ടുമുട്ടിയ മാതൃഭാവങ്ങളെ, പിതൃഭാവങ്ങളെ, ബാല്യ സ്മരണകളെയൊക്കെ അദ്ദേഹം ഈ വരികളിലുടനീളം കൊണ്ടുവന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ ദൈവം മനുഷ്യന് നൽകിയ കൃപയാണ്, വരദാനമാണ് കുടുംബം. സ്നേഹം തന്നെയാണ് ദൈവം തൻ്റെ സ്നേഹവും കരുതലും മനുഷ്യനുമായി പങ്കുവയ്ക്കുന്നത്. സ്നേഹത്തിൻ്റെ ആഘോഷം അനുദിനം അനുഭവിക്കുവാൻ മനുഷ്യനെ ഏൽപ്പിച്ച ദൗത്യമാണ് കുടുംബം. എങ്ങനെയാണ് ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്? അത് കുടുംബത്തിലൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ വരദാനമാണ് കുടുംബം. കുടുംബത്തിലൂടെയാണ് നന്മയുടെ ശേഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ട ക്ഷമ എന്നൊരു മാർഗത്തെക്കുറിച്ച് എഴുത്തുകാരൻ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുക എന്നാൽ മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്.
ക്ഷമിക്കുക എന്നാൽ മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. മനസ്സിൽ ഒതുക്കുന്നതുമല്ല. സഹജീവിയെ ഉപദ്രവിക്കുക സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിൽ മുറിപ്പെടുത്തുന്നവൻ ആരായിരിക്കും? എന്തുകൊണ്ടാണ് അവൻ സഹജീവികളുടെ കണ്ണീരും കഷ്ടപ്പാടും കാണാതിരിക്കുന്നത്? എന്താണ് അവരുടെ ആന്തരിക നേത്രങ്ങളെ മറയ്ക്കുന്നത്? വചനം ഉത്തരം നൽകുന്നുണ്ട്. കൃപ നഷ്ടപ്പെട്ടാൽ മനുഷ്യവ്യക്തി താൻ ആരാണെന്ന് മറന്ന്, ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച്, മനസ്സ് മരവിച്ച്, ഹൃദയം മന്ദീഭവിച്ച് എല്ലാത്തരം തിന്മകളിലും ആവേശത്തോടെ മുഴുകും. എഫെസൂസ് 4:17-18 വചനങ്ങളാണിത്. കൃപ എന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് നന്മയുടെ ശേഷിപ്പുകൾ, അത് സ്നേഹമായാലും ക്ഷമയായാലുമൊക്കെ ജീവിതത്തിൽ നിഴലിക്കുന്നത്. കൃപ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൃപയെ ജീവിതത്തിൽ ആളിച്ച് ശക്തിപ്പെടുത്തി ആത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയാനുള്ള ഓർമ്മപ്പെടുത്തൽ കുടുംബമാണ് നമുക്ക് തരുന്നത്. കാരണം കുടുംബത്തിലാണ് നന്മയുടെ ശേഷിപ്പുകളുള്ളത്. ക്ഷമിക്കുക എന്നത് മറ്റൊരു വ്യക്തിയുടെ തെറ്റിനെ അംഗീകരിക്കുന്നതല്ല, ചെയ്തയാളുടെ തെറ്റിനെ ന്യായീകരിക്കുന്നതുമല്ല, അവരുടെ തെറ്റിനെ നിസ്സാരമായി കാണുകയോ ന്യായീകരിക്കുകയോ അല്ല. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ആത്മവിശ്വാസവും കിട്ടുന്നു. എന്നാൽ കുറ്റം ചെയ്തയാളുടെ കുറ്റം ഇല്ലാതാകുന്നില്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമല്ല. അവർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം അവർ തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. അവർ ചെയ്ത ദ്രോഹത്തെ തിരിച്ചറിഞ്ഞ് മനസ്തപിച്ച് മാപ്പ് ചോദിക്കുക അവരുടെ ഉത്തരവാദിത്വമാണ്. ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസി അത് കുടുംബത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ഷമ. അതുകൊണ്ട് തന്നെയാണ് 2-ാമത്തെ അധ്യായത്തിലുടനീളം ഈ ക്ഷമയെക്കുറിച്ചുള്ള ഓർമ്മകൾ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവച്ച് തരുന്നത്. നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരി സഹോദരങ്ങളോടൊക്കെ എന്തുമാത്രം ക്ഷമയുടെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. സ്നേഹപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മറക്കുന്നതല്ല, മനസ്സിലാക്കുന്നതാണ് ക്ഷമ. കുടുംബത്തെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു വിഷയമാണ് കുടുംബം ദൈവം കൂടാരമടിക്കുന്ന ദേവാലയമെന്ന അധ്യായം. കുടുംബത്തിലാണ് ദൈവം കൂടാരമടിക്കുന്നത്. അവൻ്റെ ദേവാലയം കുടുംബത്തിലുമാണ്. കുടുംബജീവിതത്തെ കൂട്ടിവയ്ക്കുന്നത് ദൈവമാണ്. ദൈവം കൂടാരമടിക്കുന്ന സ്ഥലമാണ് കുടുംബം. ദാമ്പത്യം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിൻ്റെ സ്നേഹ സ്വപ്നമാണത്. ഏകാന്തതയിൽ ജീവിക്കാതെ, തനിയെ ജീവിക്കാതെ, സമൂഹമായി ജീവിച്ച് പരസ്പരം കുറവുകളും കുറ്റങ്ങളുമുള്ള ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സ്നേഹം പങ്കുവച്ച് സ്നേഹകൂടാരം തീർക്കുകയാണ് കുടുംബത്തിൻ്റെ ഒരു ലക്ഷ്യം. സ്നേഹകൂടാരം ഒരു ജീവൻ്റെ കൂടാരമായി, ജീവനെ വിനിമയം ചെയ്യുന്ന, ജീവൻ്റെ കാവൽക്കാരായി അതിനെ സംരക്ഷിച്ചും വളർത്തിയും ജീവൻ്റെ കൂടാരം സൃഷ്ടിച്ച് നിലനിർത്തുകയാണ് കുടുംബത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. കുടുംബം എന്താണെന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവനെ സംരക്ഷിക്കുക, ജീവനെ നിലനിർത്തുക, കുറവുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് വളരാനുള്ള ഒരു ദേവാലയം തന്നെയാണ്, ദൈവം കൂടാരമടിക്കുന്ന ദേവാലയം തന്നെയാണ് കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ഫുൾട്ടൻ ജേഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, 3 to get married. 3 പേരാണ് വിവാഹത്തിൽ ഒരുമിച്ച് ചേരുന്നത്. ഭാര്യയും ഭർത്താവും ഒപ്പം ക്രിസ്തുവും. 3 to get married. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ വിഷയങ്ങളുള്ള പുസ്തകമാണ് ഫുൾട്ടൻ ജേഷിൻ്റെ 3 to get married. അതുപോലെ തന്നെ ഈ കുടുംബത്തിലാണ് ദൈവം കൂടാരമടിക്കുന്നത്. ദേവാലയം തീർക്കുന്നതും കുടുംബത്തിൽ തന്നെയാണ്. ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഠിക്കുക. ജീവൻ്റെ വൃക്ഷം ദൈവത്തിൻ്റെ വചനമാണ്. വചനം അപ്പമാണ്, അറിവാണ്, അഗ്നിയാണ്. വചനവും അതിൻ്റെ ശക്തിയും അറിയാത്തതാണ് മനുഷ്യൻ തെറ്റിലകപ്പെടുന്നതിൻ്റെ കാരണം. വചനവും അപ്പവും
എന്നൊക്കെ നിരസിച്ചിട്ടുണ്ടോ അന്നൊക്കെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന സമൂഹത്തെയാണ് സുവിശേഷത്തിലും അതുപോലെ തന്നെ പഴയ നിയമത്തിലുമൊക്കെ നാം കണ്ടുമുട്ടുന്നത്. കുടുംബം ഒരു യാത്രയാണ്. ദൈവത്തോട് ഒത്തുള്ള യാത്ര, ദൈവത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കാൻ ദൈവം തന്നെ ഒരു ജീവനകല മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്താണ് ആ ജീവനകല? പ്രാർത്ഥിക്കാൻ പഠിക്കുക, പഠിപ്പിക്കുക. സ്നേഹിക്കാൻ പഠിക്കുക, പഠിപ്പിക്കുക. ഇവയാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ദൈവം നൽകിയ ഒരിക്കലും മാറ്റമില്ലാത്ത വ്യവസ്ഥകൾ. രണ്ട് കാര്യങ്ങൾ: പ്രാർത്ഥനയും സ്നേഹവും. പ്രാർത്ഥിക്കാൻ പഠിക്കുക, പഠിപ്പിക്കുക. സ്നേഹിക്കാൻ പഠിക്കുക, പഠിപ്പിക്കുക. വചനം കുടുംബത്തിൽ വായിക്കാനും ബൈബിൾ കുടുംബത്തിൻ്റെ പരിപാവനമായ പ്രതിഷ്ഠയായി മാറാനും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കണം. വായന മരിച്ചാൽ മനസ്സു മരിക്കും. വചനം കുടുംബത്തിൽ മുഴങ്ങുമ്പോൾ പൈശാചിക ശക്തികളുടെയും അന്തരീക്ഷ ശക്തികളുടെയും സാന്നിധ്യം വിട്ടകലും. കുടുംബ പ്രാർത്ഥനയോടൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും കുടുംബത്തിൽ സമയം കണ്ടെത്തണം. ഇടവക ധ്യാനവും പ്രാർത്ഥനാ സമ്മേളനവും ഒഴിവാക്കാനാവാത്ത കടമകൾ തന്നെയാണ്. ഇപ്പോൾ നിർമ്മിക്കുന്ന പുതിയ വീടുകളിൽ പ്രത്യേകമായി പ്രാർത്ഥനാമുറി സജ്ജീകരിക്കുന്നത് പ്രശംസനീയമായ കാര്യം തന്നെയാണ്. ഒരാളുടെ ജീവിതത്തെ ഏറ്റവും തൊട്ടു നിൽക്കുന്ന കാര്യം തന്നെയാണ് പ്രാർത്ഥന. അത് പഠിക്കുന്നത് അല്ലെങ്കിൽ അത് പഠിക്കേണ്ടത് കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിൽ നിന്നും തന്നെയാണ് പ്രാർത്ഥനകൾ നിഴലിക്കേണ്ടത്. മറ്റൊന്ന് സ്നേഹിക്കാൻ പഠിക്കേണ്ടതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ സ്നേഹിക്കാൻ എങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത്? ദൈവം സ്ഥാപിച്ച കുടുംബം നിലനിർത്താൻ അടിത്തറയാകേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്: ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുക, ദൈവവുമായുള്ള ബന്ധം നിലനിൽക്കാൻ ആരാധനയും പ്രാർത്ഥനയും കൂദാശകളും ഫലപ്രദമായി ഉപയോഗിക്കുക. ദൈവവുമായുള്ള ബന്ധം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കൃപയിൽ നിലനിൽക്കുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ്. നട്ടു നനയ്ക്കാതെ ഒന്നും വളരുകയില്ല, ഫലം പുറപ്പെടുവിക്കുകയുമില്ല. ക്രൈസ്തവ കുടുംബങ്ങളുടെ പതനത്തിന് കാരണമായ ദൈവിക കാരണങ്ങൾ, കുടുംബത്തിൻ്റെ അടിത്തറയാകേണ്ട ഈ 3 കാര്യങ്ങൾ, വചനങ്ങൾ, സത്യങ്ങൾ മനുഷ്യർ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ കുടുംബത്തിലെ ദൈവാരാധനയും സാക്ഷ്യ ജീവിതവും തമ്പുരാനുമായുള്ള ബന്ധത്തിൽ വളരുന്നതിന് സഹായകമാകുകയാണ്. കുടുംബം നശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നമ്മിൽ നിന്ന് മാറിപ്പോയി ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ കുടുംബത്തിന് ഇന്ന് സാധിക്കുന്നില്ല. ഇതാണ് കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം. ഈ തകർച്ച മാറി സ്നേഹത്തിൻ്റെ ആനന്ദം പരക്കണമെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധം കുടുംബത്തിൽ നിലനിൽക്കണം. കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും മക്കൾ പഠിക്കുമ്പോൾ അത് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് സാക്ഷി ജീവിതമായി മാറുന്നത്, ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ പറ്റുന്നത്. ആ ഒരു തലത്തിലേക്ക്, സാക്ഷ്യപ്പെടുത്തലിൻ്റെ ജീവിതത്തിലേക്കാണ് എഴുത്തുകാരൻ വിരൽ ചൂണ്ടുന്നത്. കുടുംബം കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യവ്യക്തി കുടുംബ ജീവിയാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനം ദൈവത്തോടൊത്ത് കുടുംബമായി ജീവിക്കാൻ സാധിക്കും എന്നതാണ്. ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹവും ഏൽപ്പിച്ച് നൽകിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് കുടുംബം. ദൈവം സ്നേഹമാണ്. ദൈവം കുടുംബത്തെ കൂട്ടിവയ്ക്കുമ്പോൾ, കർത്താവ് ഭവനം പണിയുമ്പോൾ ദൈവം കൂടാരമടിക്കുന്ന സ്ഥലമായി കുടുംബം മാറുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമായി മാറുകയാണ്. കുടുംബമെന്ന ദേവാലയത്തിലെ ദാമ്പത്യമെന്ന അൾത്താരയിൽ മാതാപിതാക്കളുടെ ശരീരരക്തങ്ങളിൽ ദൈവിക ജീവൻ കടന്നു വരുമ്പോൾ ഉദരഫലങ്ങൾ രൂപപ്പെടുകയാണ്. അവർ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുന്നുണ്ട്. മക്കളെ ശ്രദ്ധിച്ചാൽ മരണമില്ലെന്ന് ബോധ്യമാകും. മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ മക്കളാണ്. ഉത്തമരായ മക്കളാണ് ഉത്തമമായ സമ്പാദ്യം. അവർക്ക് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് വിശ്വാസ ജീവിതമാണ്. മറ്റു പല സമ്പത്തിനും വേണ്ടി ഓടി നടക്കുന്ന ഈ കാലത്ത് വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിയുമ്പോഴാണ്
മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളെ മെനഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. മക്കൾ സാമ്പത്തികമായി സമ്പന്നരാകണമെന്നില്ല, മറിച്ച് സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പഠിച്ചാൽ ജീവിതത്തിൽ അവർക്കത് വേരും ചിറകുകളുമായി മാറുകയാണ്. രക്ഷകരായി നാടിനും കുടുംബത്തിനും അഭിമാനമായി മാറുകയാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട 2 കാര്യങ്ങളെയാണ് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രാർത്ഥനയും സ്നേഹവുമാണ്. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ ചങ്കും ചക്രവാളവുമാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ നിന്ന് ആളുകൾ ഓടിപ്പോകുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും മാറിപ്പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട കാലമാണിത്. കുടുംബത്തിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ആഴപ്പെടൽ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് തങ്ങളനുഭവിക്കുന്ന ഈശോയെ പകർന്നു കൊടുക്കാനും സാക്ഷ്യപ്പെടുത്താനും സാധിക്കുന്നില്ല. സുതാര്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് ക്രിസ്തു. തൻ്റെ 33 വർഷങ്ങൾ വാക്കും പ്രവൃത്തിയുമൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ അവന് സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവൻ ഇടപെട്ട ഇടങ്ങളിലൊക്കെ അവന് സാധിച്ച ഏറ്റവും വലിയ കാര്യം. ആത്മീയതയെക്കുറിച്ച് മനോഹരമായ 2 വരികളുണ്ട്. ആത്മീയത പള്ളിയിലും പ്രാർത്ഥനയിലും മാത്രമല്ല, അനുദിന ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ചുള്ള ജീവിത ശൈലിയാണ് ആത്മീയത. സഹജീവികളോടുള്ള കരുണയും കരുതലും ഉത്തരവാദിത്വവുമാണത്. മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന് ദൈവം വിലക്കിയത് നീതിബോധം കൊണ്ടും ദൈവമനുഷ്യ ബന്ധം കൊണ്ടും തെളിയിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പള്ളിക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ അപ്പുറം ആത്മീയതയുടെ അർത്ഥതലങ്ങൾ കിടപ്പുണ്ട്. അത് സഹജീവികളോടുള്ള സുവിശേഷ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആ സ്നേഹവും കരുതലും വാത്സല്യവുമൊക്കെ ആത്മീയതയായി രൂപപ്പെടുകയാണ്. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുടുംബം സ്നേഹം നൽകുന്ന ആനന്ദമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തോടും വിശ്വാസത്തിൻ്റെ കണ്ണോടും കൂടി മനസ്സിലാക്കിയാലേ എന്താണ് കുടുംബം, എന്തിനാണ് കുടുംബമെന്ന് തിരിച്ചറിയാൻ കഴിയൂ. മനുഷ്യജീവിതത്തെ ഊതിക്കാച്ചിയെടുക്കുന്ന ഉലയായ കുടുംബം രൂപകൽപ്പന ചെയ്തത് ദൈവം തന്നെയാണ്. എല്ലാം സൃഷ്ടിച്ച് ദൈവം മനുഷ്യവ്യക്തിയുടെ ഒറ്റയ്ക്കുള്ള ജീവിതത്തെ ഒരുമിച്ചുള്ള ജീവിതമാക്കി മാറ്റുകയാണ്. മനുഷ്യൻ്റെ ഏകാന്തതയ്ക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരവും സമ്മാനവുമാണ് കുടുംബം. കുടുംബത്തിൽ കൂടാരമടിച്ച് താൻ സ്നേഹമാണെന്ന് കുടുംബത്തിലൂടെ ദൈവം വ്യക്തമാക്കുകയാണ്. ദാമ്പത്യം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിൻ്റെ സ്നേഹ സ്വപ്നമാണത്. സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, പങ്കെടുക്കലിൻ്റെ, പ്രാർത്ഥനയുടെ പരിശീലന കേന്ദ്രമാക്കി ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നിലനിൽക്കുമ്പോഴേ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ യേശുവിൻ്റെ ശരീരവും തുടർച്ചയുമായ സഭയ്ക്ക് കുടുംബത്തിൽ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ശരണവും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ ആനന്ദവും ലഭിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് സഭയുടെ പ്രബോധനങ്ങളിലെല്ലാം കുടുംബത്തിലുണ്ടായിരിക്കേണ്ട സ്നേഹവും സ്നേഹത്തിലൂടെ അടയാളപ്പെടുത്തുന്ന വിശ്വാസവും ഉണ്ടായിരിക്കണമെന്ന് സഭ നിർബന്ധം പിടിക്കുന്നത്. ഈ സഭാപഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ വളരേണ്ടത്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ സുവിശേഷ മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ ഈ പ്രകാശമുണ്ടെങ്കിൽ തീർച്ചയായും അത് നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. സമൂഹത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കുമൊക്കെ ഈ പ്രകാശം പടർന്നു കയറുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് നല്ല കുടുംബത്തെ മെനഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. കുടുംബങ്ങളും ജനങ്ങളും പ്രണയകഥകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ബൈബിൾ. ആദ്യ മാതാപിതാക്കളുടെ കുടുംബം അതിൻ്റെ പാപവും ഭാരവുമായി തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുഞ്ഞാടിൻ്റെയും മണവാട്ടിയുടെയും വിവാഹ വിരുന്നിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന പേജ് വരെയും നാം വായിക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉപയോഗം മൂലം
വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമാകുന്ന കുടുംബങ്ങളും ചിത്രങ്ങളും ബൈബിളിൽ ഉടനീളമുണ്ട്. സുവിശേഷത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നുമൊക്കെ നാം കണ്ടെത്തുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. കുടുംബജീവിതത്തിൻ്റെ മാതൃകയായി സ്വീകരിക്കേണ്ട തിരുക്കുടുംബവും ഒപ്പം എങ്ങനെ നാം അങ്ങനെ ആയിത്തീരരുത് എന്ന് കാണിക്കുന്ന കുടുംബ മാതൃകകളുമൊക്കെ സുവിശേഷം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രണയത്തിൽ വിടരുന്ന കുടുംബം എന്നുള്ള തലക്കെട്ടിലാണ് ഈ അധ്യായത്തിൻ്റെ ഒരു ഭാഗം കോഴിമലയച്ചൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ്. ആ ഛായയാണ് സ്ത്രീക്കും പുരുഷനും. സ്നേഹിക്കാനുള്ള കഴിവ് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്, തിന്മയുടെ പ്രവർത്തനമല്ലത്. പ്രണയം ദൈവികമാണ്. പ്രണയത്തിൽ മനുഷ്യൻ തൻ്റെ വികലധാരണകൾ കൊണ്ട് വിഷം കുത്തിവെക്കാതിരുന്നാൽ മാത്രം മതി. സ്നേഹത്തിൽ ഒന്നായി ഒരുമയുള്ള കുടുംബം ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി മാറുന്നുണ്ട്. സ്നേഹിച്ച് ജീവനെ നൽകിക്കൊണ്ട് ദമ്പതികൾ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന പ്രതിരൂപങ്ങളായി മാറുകയാണ്. കുടുംബത്തിൽ ഉടലെടുക്കേണ്ട ഏറ്റവും വലിയ പ്രക്രിയ സ്നേഹമാണ്. അതാണ് സ്നേഹത്തിൻ്റെ ആനന്ദമെന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നത്. കുടുംബത്തിൽ ദമ്പതികളുടെ സ്നേഹം മാംസമായി മക്കളായി മാറുമ്പോൾ അത് ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ പ്രതീകമാവുകയാണ്. കുടുംബം അതാണ് സ്നേഹത്തിൻ്റെ കൂടാരം, അല്ലെങ്കിൽ ദൈവം കൂടാരമടിക്കുന്ന മറ്റൊരു ദേവാലയം. അങ്ങനെയാണോ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെന്ന് ചിന്തിക്കാനും വെല്ലുവിളികളും ഉയർത്തുന്ന വരികളാണ് ഈ പുസ്തകത്തിലുടനീളം നാം വായിച്ചെടുക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും എപ്രകാരം നമുക്ക് സാധിക്കണമെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം യോജിപ്പിക്കുന്നതും കൃപ ലഭിക്കുന്നതും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ദൈവിക വെളിപ്പാടാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ വെളിപ്പെടുത്തിയ സത്യം നിത്യമാണ്. വിവാഹം ദൈവിക ദൗത്യമാണ്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. ദൈവം ഒന്നിപ്പിക്കുന്നതാണ് വിവാഹം. വിശേഷമായി വഹിക്കാനുള്ളതാണ് വിവാഹം. പരസ്പരം ദാനം ചെയ്തും ഒരുമിച്ച് സഹിച്ചും ദൈവത്തോടൊത്തുള്ള യാത്രയാണത്, ദൈവത്തിലേക്കുള്ള യാത്ര. കൃപ ലഭിച്ചാലല്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോവുകയില്ല. സഭയുടെ പാരമ്പര്യം ഇത് വളരെ വ്യക്തമാക്കി തരികയാണ്. വർഷങ്ങളായി ഒരു സമൂഹം തങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയ അറിവും അതിജീവിച്ച അനുഭവവും ഉൾക്കൊള്ളുന്നതാണ് ആ സമൂഹത്തിൻ്റെ പാരമ്പര്യം. തലമുറകളിലൂടെ ദൈവിക വെളിപാടനുസരിച്ച് ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന വിവാഹമെന്ന ദൈവിക മാനുഷിക ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം യോജിപ്പിക്കുന്നിടത്ത് കൃപ ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ചതിൻ്റെ പൂർത്തീകരണത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും സഹിച്ചും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് കൃപ. ആ കൃപയിൽ നിലനിൽക്കാൻ കുടുംബത്തിലുടനീളം നമുക്ക് സാധിക്കുമ്പോൾ വരും തലമുറയും അല്ലെങ്കിൽ നാം ശേഷിപ്പിക്കുന്ന പാരമ്പര്യവുമൊക്കെ ആ സ്നേഹവും ആ കരുതലുമൊക്കെ അനുഭവിക്കുന്നവരായി മാറുകയാണ്. വിവാഹാവസരത്തിൽ വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ വിവാഹബന്ധം ഉറപ്പിക്കുന്നുണ്ട്. വധുവിൻ്റെ വലതുവശത്താണ് വരൻ നിൽക്കുക. വലതുവശം സുരക്ഷിത സ്ഥലമാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്ന പുത്രൻ എന്ന വിശ്വാസവും ഇവിടെ വ്യക്തമാകുകയാണ്. കറയോ ചുളിവോ കൂടാതെ തൻ്റെ ജീവിത പങ്കാളിയെ മരണം വരെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവും ഇതിലുണ്ട്. ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് കൃപ ലഭിക്കുന്നത്. ദൈവം യോജിപ്പിക്കുന്നിടത്ത് ഈ കൃപ വീണ്ടും വീണ്ടും സമൃദ്ധമായി വളരുകയാണ്. ഒഴുകുന്ന ഈ പുഴയിൽ ഒന്നാകാൻ വിളിക്കപ്പെട്ടവരാണ് കുടുംബാംഗങ്ങളെല്ലാവരും. ഇന്നലെ 2 വ്യത്യസ്ത കുടുംബങ്ങളിലായിരുന്ന ഒരു യുവാവും യുവതിയും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ പ്രണയത്തിലൂടെ പരസ്പരം പ്രാണനെ കൈമാറി സ്നേഹിച്ചും ജീവനെ പങ്കുവച്ചും പരസ്പരം അഭയമായും പരസ്പരം പ്രകാശിപ്പിച്ചും പ്രചോദിപ്പിച്ചും ജീവിക്കാൻ സ്വർഗത്തിൻ്റെ മഞ്ഞും മഴയും വെട്ടവും വെളിച്ചവും ശബ്ദവും സൗന്ദര്യവും ലഭിക്കണം. യഥാർത്ഥ പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും
ഈ കൃപയുടെ നിറവ് ആവശ്യമുണ്ട്. മാതാപിതാക്കൾ അതിനായി അവരെ ഒരുക്കണമെന്നും പരിശീലിപ്പിക്കണമെന്നുമാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത്തരത്തിൽ ദൈവം ഒന്നിപ്പിക്കുന്നിടത്ത് മാത്രമാണ് കൃപയുടെ സമൃദ്ധി നിഴലിക്കുന്നത്. പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് മരണസംസ്കാരവും കുടുംബസംസ്കാരവും എന്ന പേരിലുള്ള ഒരു അധ്യായമുണ്ട്. മനുഷ്യൻ സമയത്തെയും സ്ഥലത്തെയും കീഴടക്കിയിരിക്കുന്നു. അമിതമായ സ്വാതന്ത്ര്യചിന്തയും അല്ലെങ്കിൽ വികലമായ സ്വാതന്ത്ര്യചിന്തയും സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത പ്രവണതയും ജീവനോട് ആദരവില്ലാത്ത പരിഗണനയില്ലാത്ത ഒരു മരണസംസ്കാരമായി മാറിയിരിക്കുകയാണ്. വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മൂല്യങ്ങളെ അവഗണിക്കുന്നു, ജീവനെ നിസ്സാരവൽക്കരിക്കുന്നു. മരണസംസ്കാരത്തിൽ കുടുംബങ്ങൾ ഇന്ന് കമ്പോള യുഗത്തിൻ്റെ മഹാപ്രളയത്തിൽ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. വിശ്വാസത്തിലും യുക്തിയിലും ഒരുപോലെ അടിത്തറയിടാത്ത കുടുംബങ്ങൾ പ്രകൃതിക്ഷോഭവും പ്രളയവും വഴിയാധാരമാക്കിയതുപോലെ കുടുംബങ്ങളെയും തകർത്തെറിയും. മരണസംസ്കാരത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തിൽ കുടുംബ സംസ്കാരങ്ങളെ എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ എഴുത്തിൽ ഉടനീളം കണ്ടുമുട്ടുന്നത്. അതിനുവേണ്ടി നാം മാറ്റിവെക്കേണ്ടത് ഈ നിസ്സാരവൽക്കരണം, മൂല്യങ്ങളെ വലിച്ചെറിയുന്ന അവസ്ഥയും കമ്പോളവൽക്കരണവുമൊക്കെ കുടുംബ ജീവിതത്തിൽ നിന്നും ഒരു പിടി അകലെ മാറ്റി നിർത്തുമ്പോൾ ഈ കുടുംബ സംസ്കാരം അല്ലെങ്കിൽ സ്നേഹവും പ്രാർത്ഥന ജീവിതവുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ തഴച്ചു വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നുവെന്ന പ്രഭാഷകൻ്റെ 1-ാം അധ്യായം 14-ാം വചനമുണ്ട്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അത് തുടങ്ങുന്നത്, പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന വളർത്താനും സ്നേഹം നിലനിർത്താനും നമുക്ക് സാധിക്കട്ടെ. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമെന്നുള്ള ഈ പുസ്തകം അവസാനിക്കുന്നത് പ്രളയാനന്തര കുടുംബസുവിശേഷം എന്ന അധ്യായത്തിലൂടെയാണ്. തിരിച്ചടികളിൽ നിന്നും തിരിച്ചറിവിൻ്റെ തിരിവട്ടവുമായി തിരുത്താനുള്ളത് തിരുത്തിക്കൊണ്ട് തിരിച്ചു നടക്കാൻ 2018 മലയാളക്കരയിലെ പ്രളയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതി പ്രളയം വിതച്ചെങ്കിലും നമുക്കിടയിലത് പരസ്പരം പ്രണയത്തിൻ്റെ, രക്ഷയുടെ വല നീട്ടിയെറിയാനും എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവികതയുടെ സ്ഫുലിംഗം പരസ്പരം ഉണർത്താനും സാധിച്ചു. സുനാമിക്കും ഓഖിക്കും ശേഷം വന്ന മഹാപ്രളയം മനുഷ്യരായി ജീവിക്കാൻ, പരസ്പരം എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന ഒറ്റ മന്ത്രം ഒരുമിച്ച് ഉരുവിടുവാൻ ഇടയാക്കി. എനിക്ക് നീയും നിനക്ക് ഞാനും പിന്നെ നമ്മൾ ഒന്നിച്ചും ഒരുമയിലുണരാൻ പ്രളയം നമ്മെ സഹായിച്ചു. കഷ്ടപ്പാടുകൾ ചിലപ്പോഴെല്ലാം ഉപരി നന്മയ്ക്ക് ഉപകരിച്ചു. കൂട്ടായ്മയായി കുടുംബമായി നിലനിന്നാൽ ഏതു പ്രളയത്തെയും അതിജീവിക്കാനാവും. മലയാളിക്കൊരു രക്ഷാസമൂഹമാകാൻ സാധിക്കുമെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു. ജീവൻ്റെ, ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒത്തിരി പാഠങ്ങൾ പ്രളയം നമ്മെ പഠിപ്പിച്ചു. അതാണ് പ്രളയാനന്തര കുടുംബ സുവിശേഷം. ഇതാ ഇപ്പോൾ മാറ്റത്തിന് സമയമായി. മാറ്റത്തിൻ്റെ ശബ്ദമാണ് സുവിശേഷം. ദൈവവചനം ഓർമ്മപ്പെടുത്തുന്ന സത്യം, മനുഷ്യജീവിതം ദൈവത്തോടൊത്തായാൽ, ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ആനന്ദമനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാനം ഈ വരികളിലൂടെയാണ് തീരുന്നത്. ഇതാ മാറ്റത്തിൻ്റെ സമയമായി. മാറ്റത്തിൻ്റെ ശബ്ദമാണ് സുവിശേഷം. ദൈവവചനം ഓർമ്മപ്പെടുത്തുന്ന സത്യം, മനുഷ്യജീവിതം ദൈവത്തോടൊത്തായാൽ, ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനായി വചനത്താലും ആത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടണം. മനോഭാവത്തിൽ മാറ്റം വരുത്തി, ജനിതക മാറ്റം വരുത്തി, വചനത്തിലേക്കും വചനം പഠിപ്പിച്ചു നൽകുന്ന പരിശുദ്ധാത്മാവിലേക്കും തിരിയാൻ സമയമായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അടിത്തറ ശക്തിപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളെ ദൈവസാന്നിധ്യത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കൂടുതൽ സാധിക്കട്ടെ.
കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമെന്നുള്ള തോമസ് കോഴിമലയച്ചൻ്റെ ഈ പുസ്തകം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കാം, കൂടുതൽ വിശുദ്ധീകരിക്കാം.